കെ ശൈലജയെ പേരാവൂരിൽ സ്ഥാനാർത്ഥിയാക്കാൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയും തലശ്ശേരിയിൽ കാരായി രാജനും സ്ഥാനാർത്ഥികളാകും. പേരാവൂരിൽ ആര് മത്സരിച്ചാലും LDFന് ജയം ഉറപ്പാണെന്ന് ശൈലജ പ്രതികരിച്ചു. ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം UDFനെ ആശങ്കപ്പെടുത്തുന്നില്ലെന്ന് സിറ്റിംഗ് MLA സണ്ണി ജോസഫും പ്രതികരിച്ചു. അറിയില്ല, പാർട്ടി സെക്രട്ടേറിയറ്റ് ചേരാനിരിക്കുന്നല്ലേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നാലല്ലേ സ്ഥാനാർത്ഥികളെല്ലാം നിശ്ചയിക്കുള്ളൂ. പാർട്ടി സെക്രട്ടേറിയറ്റ് നാളെ ഉണ്ട്, ഞങ്ങളെല്ലാം അങ്ങോട്ട് പോവുകയാണ്. 8-ാം തീയതിയാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഓക്കെ, പത്രത്തിൽ എന്തെല്ലാം വരുന്നു. പേരാവൂർ ആര് സ്ഥാനാർത്ഥി എന്നുള്ളതല്ല, ഇടതുപക്ഷം ജയിക്കുന്ന മണ്ഡലമാണ്. സ്ഥാനാർത്ഥി ആരാന്നുള്ളതൊക്കെ പാർട്ടി പിന്നെ തീരുമാനിക്കും. അതെ 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 കുറെ കാലമായിട്ട് അദ്ദേഹമാണല്ലോ. അപ്പോൾ ഇടതുപക്ഷത്തിന് ജയിക്കാവുന്ന മണ്ഡലമാണ് പേരാവൂർ. ഓക്കെ, 3 ഇലക്ഷൻ കഴിഞ്ഞു, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിന്റെ റിസൾട്ട് ജനങ്ങളുടെ മുമ്പിലുണ്ട്. പാർലമെന്റ് ഇലക്ഷന്റെ റിസൾട്ട് ഇവിടെയുണ്ട്. UDF LDFന്റെ സ്ഥാനാർത്ഥി ആരായാലും ഞങ്ങൾക്ക് അനായാസേന UDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധിക്കും. ബിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങൾ നൽകും. ബിജീഷ്, കണ്ണൂരിലെ CPMന്റെ ലിസ്റ്റ് വരുമ്പോൾ ശ്രദ്ധേയമാകുന്നത് കെ ശൈലജയുടെ മണ്ഡലമാറ്റം തന്നെയാണ്. ശൈലജയെ സംബന്ധിച്ചിടത്തോളം പലവട്ടം മത്സരിച്ചു, 5 വട്ടം മത്സരിച്ചു, 4 വട്ടം ജയിച്ചു, മന്ത്രിയായി. മട്ടന്നൂർ പോലെയുള്ള ഒരു ഷുവർ സീറ്റിൽ ഇനി അവരെ മത്സരിപ്പിക്കേണ്ടെന്ന് പാർട്ടി തീരുമാനിക്കുമ്പോഴും പക്ഷേ അവരുടെ ഒരു ജനസമ്മിതിയും അണികൾക്കിടയിലെ അടക്കം സ്വീകാര്യതയും ഒക്കെ നോക്കി പേരാവൂർ പോലെയുള്ള ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നൊരു സാധ്യത കൂടി പാർട്ടി പരിശോധിക്കുന്നു. അങ്ങനെയാണോ പേരാവൂരിലേക്ക് മുമ്പ് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത പേരാവൂരിലേക്ക് ശൈലജയെ നിർത്തുന്നത്? വിജേഷ്, പേരാവൂർ പിടിച്ചെടുക്കുക എന്നുള്ളത് CPMന്റെ ഒരു അജണ്ടയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ടുള്ള കെ ശൈലജയെ പേരാവൂരിൽ ഒരിക്കൽ കൂടി മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് CPM നീങ്ങിയതെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. 2006 ആദ്യമായിട്ട് പേരാവൂരിൽ കെ ശൈലജ മത്സരിക്കാൻ എത്തുന്നത്. അന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ സിറ്റിംഗ് MLA AD മുസ്തഫയായിരുന്നു കെ ശൈലജയ്ക്കെതിരെ UDFന്റെ സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടായിരുന്നത്. ഈ AD മുസ്തഫയെ അന്ന് 10,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ ശൈലജ ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുത്തിയത്. തുടർന്ന് 2011 അതേ ആത്മവിശ്വാസത്തിൽ കെ ശൈലജ മത്സരിച്ചപ്പോൾ നിലവിലെ MLA ആയിട്ടുള്ള സണ്ണി ജോസഫ് അവിടെ ആദ്യത്തെ പോരാട്ടത്തിനെത്തി. അന്ന് അദ്ദേഹം DCC പ്രസിഡന്റ് മാത്രമായിരുന്നു. ആ പോരാട്ടത്തിനകത്ത് പക്ഷേ 4,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സണ്ണി ജോസഫ് പേരാവൂർ മണ്ഡലം തിരിച്ചുപിടിച്ചു. പിന്നീട് അങ്ങോട്ട് കെ ശൈലജ പേരാവൂരിലേക്ക് പോയിരുന്നില്ല. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2011-ലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2016-ൽ അവർ കൂത്തുപറമ്പിലാണ് മത്സരിച്ചിരുന്നത്. കൂത്തുപറമ്പ് കഴിഞ്ഞ് പിന്നീട് 2021-ൽ സ്വന്തം നാടായിട്ടുള്ള മട്ടന്നൂരിലേക്ക് കെ ശൈലജ ചുവട് മാറ്റി. അത് കഴിഞ്ഞ് ഇപ്പോൾ പാർട്ടി പറയുന്നത്, അതായത് 2026-ലെ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് പാർട്ടി പറയുന്നത് പേരാവൂരിൽ വീണ്ടും കെ ശൈലജ മത്സരിക്കണമെന്നാണ്. അത്തരത്തിലുള്ള ഒരു നീക്കം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ട് എന്നറിഞ്ഞ് ആദ്യ ഘട്ടത്തിൽ തന്നെ കെ ശൈലജ അതിനെതിരെ രംഗത്ത് വന്നിരുന്നു. തനിക്കിനി മത്സരിക്കാൻ താല്പര്യമില്ല, ഇനി പാർട്ടി നിർബന്ധിച്ച് മത്സരിപ്പിക്കുകയാണെങ്കിൽ മട്ടന്നൂരിൽ മാത്രമായിരിക്കും മത്സരം എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ശൈലജയുടെ നിലപാട്. പക്ഷേ പാർട്ടി ഇതിനകത്ത് കടുത്ത നിലപാട് തന്നെ തുടർന്നു. പേരാവൂരിൽ ഇത്തവണ കെ ശൈലജ മത്സരിക്കണം, ജനപ്രീതി അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കെ ശൈലജയുടെ ജനപിന്തുണ മനസ്സിലാക്കി ഇത്തവണ പേരാവൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കഴിഞ്ഞാൽ കെ ശൈലജയ്ക്ക് സണ്ണി ജോസഫിന് മേലൊരു മേൽക്കൈ നേടാൻ കഴിയുമെന്നുള്ള പാർട്ടി നിലപാടായിരുന്നു കെ ശൈലജയെ അറിയിച്ചിരുന്നത്. തുടർന്നാണ് ശൈലജ തന്റെ മുൻ നിലപാട് മാറ്റിക്കൊണ്ട് പേരാവൂരിൽ മത്സരിക്കാമെന്നുള്ള നിലപാടിലേക്ക് എത്തിയത്. ഏതായാലും ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ചേർന്ന് ഇതിനകത്തൊരു തീരുമാനമെടുക്കും. ഇന്നിപ്പോൾ CPMന്റെ സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച ഘട്ടത്തിൽ നമുക്കതിനകത്ത് മനസ്സിലാക്കാനുള്ള മറ്റൊരു പ്രധാന വസ്തുത, ഈ ലിസ്റ്റിനകത്ത് ഒരു ന്യൂനപക്ഷ പ്രാതിനിധ്യമില്ല എന്നുള്ളതാണ്. ആകെ ഉണ്ടായിരുന്ന തലശ്ശേരിയിലുള്ള AN ഷംസീറിനെ ഇത്തവണ സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് CPM എത്തിയിരിക്കുന്നു. അതോടുകൂടി ഈ ന്യൂനപക്ഷ പ്രാതിനിധ്യം CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ക്ഷമിക്കണം, തലശ്ശേരിയിൽ ഇത്തവണ രാജനാണ് CPMന്റെ സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുണ്ടാവുക. ഇപ്പം തന്നെ